ഇന്നത്തെ താരം ഇവനാണ്. ഈ പ്രദേശത്തെ എല്ലാ വീടുകളും ഇവനിപ്പോൾ സ്വന്തം വീട് പോലെ ആയോ എന്ന സംശയമാണ്. എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എസ്ലിയുടെ വകയാണ്. അത് കഴിഞ്ഞുള്ള ഈ ഓട്ടം ഈ വണ്ടി ഓടിക്കാനാണ്. അതിലങ്ങനെ ഹരം പിടിച്ച് കുറേ സമയം പോയി. ഇനി നമുക്കല്പം പക്ഷി നിരീക്ഷണമായാലോ. കോക്ടെയിൽ, ഫിഞ്ചസ്, മയിൽപ്രാവ്, മുഗി, സിയാസ്, ലവ് ബേർഡ്സ്, ഇങ്ങനെ നിരവധി പക്ഷികൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ എസ്ലിക്കാണ് വിവരിച്ചു കൊടുക്കുന്നത്. ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം എനിക്ക് മനസ്സിലായി എന്ന മട്ടിൽ അവൾ തലയാട്ടുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലാണ് ഇങ്ങനെയൊരു കാഴ്ച. അധികം കണ്ട് ശീലിക്കാത്ത കുറേ പക്ഷികൾ ഇവിടെയുണ്ട്. എസ്ലി ഇതൊക്കെ കണ്ട് ഭയങ്കര ത്രില്ലിലാണ്. ഓരോ കൂടിനടുത്ത് ചെന്നാലും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ റെഡിയായാണ് ഓരോന്നിൻ്റെയും നിൽപ്പ്. അതിനിടയിൽ ഒരുത്തൻ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ ക്ലിയറായ സ്പേസ് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരച്ചിൽ നടത്തുകയാണ്. ഇവരാണെങ്കിൽ ക്യാമറ കണ്ടപ്പോൾ ഒരാൾ അല്പം മാറിയിരുന്നു. എന്തിനാ മാറിയിരിക്കണേ എന്ന മട്ടിൽ പാർട്ട്ണർ ഒരു നോട്ടവും നോക്കുന്നുണ്ട്. മിക്കവാറും അവരിന്ന് അടിയാവും. ഇനി അല്പം ഇണക്കുരുവികളെ പരിചയപ്പെടാം. പ്രേമിക്കുമ്പോൾ നീയും ഞാനും. അങ്ങനെ അവർക്കൊരു പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് തൽക്കാലം പക്ഷി നിരീക്ഷണം അവസാനിപ്പിക്കാം. ഇനി കുറച്ച് മുയലുകളെ കാണാം. ഒരുത്തനെങ്കിലുണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത്. അഭിനന്ദിച്ചേക്കാം. മുയലിന് പുല്ലൊക്കെ കൊടുത്ത് ഭയങ്കര പണിയിലാണ് എസ്ലി. പിന്നെ അല്പം മാറി പൂച്ചകളുമുണ്ട്. നല്ല പഞ്ഞിക്കെട്ട് പോലെയുണ്ട് എല്ലാത്തിനെയും കാണാൻ. എസ്ലിക്ക് പിന്നെ ആരെ കണ്ടാലും ഫുഡ് കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞപ്പോഴാണ് ഇവരെ കണ്ടത്. കുറേ വെറൈറ്റി കോഴികൾ. അവിടെയും കുറച്ചു നേരം നോക്കി നിന്നു. അപ്പോഴേക്കും കുറേ കുട്ടികളുണ്ട് മുറ്റത്ത് കളിക്കുന്നു. ഇത് കണ്ട് എസ്ലി അങ്ങോട്ടോടി. മുകളിൽ ഒരാൾ എല്ലാം കാണുന്നുണ്ട് എന്ന മട്ടിൽ ഒരാളിവിടെ ഇരിപ്പുണ്ട്. എസ്ലിക്കാണിൽ ഇതിൽ കയറണം എന്ന നിർബന്ധം. ഒരു വിധമയത്തിൽ കയറിപ്പറ്റി ഉപ്പച്ചനെയും കൂട്ടുപിടിച്ച് അതിലിങ്ങനെ കറങ്ങാണ്. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്.